ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞ് ഇരിക്കല്ലേ. അപ്പോൾ നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ കഴിച്ചിട്ട് അപ്പോൾ നമുക്കൊരു പായസം ഉണ്ടാക്കുന്നത് നോക്കാം. പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരി, വീട്ടിൽ വയ്ക്കുന്ന ചോറ് വയ്ക്കുന്ന അരി ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മുടെ ബസ്മതി റൈസോ അല്ലെങ്കിൽ കോലം റൈസോ അങ്ങനത്തെ ഈ വീട്ടിലിത് ഞാൻ നനച്ച് കഴുകി വെച്ചിട്ടുള്ളതാണ്. ഞാൻ കോലം റൈസാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ കോലം റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചോറ് വയ്ക്കണ അരി, അത് ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് മധുരം, ഇതിന് പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യാനുസരണം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സുകൾ, ബദാം, കാജു, കിസ്മിസ്, ഇതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് 2 സ്പൂണ് ഞാൻ ചേർക്കണുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ വേണ്ടത് നെയ്യ്. പിന്നെ 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാവരുടെ വീട്ടിലും പാലും ഉണ്ടാവും. പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സും ഇതൊക്കെ വീട്ടിൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്ന സാധനങ്ങളാണ്. ആ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിന് പെട്ടെന്ന് ഉണ്ടാക്കി പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു പായസമാണ്. അപ്പോൾ 1/2 ലിറ്റർ പാലാണ്. പിന്നെ ഇതാ ഈ കപ്പിൽ 1 കപ്പ് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അത് 1/2 ലിറ്റർ പാലിൽ ഇതിലൊരു കപ്പ് വെള്ളവും ചേർത്തിട്ട് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഗ്യാസിൽ വെച്ചിട്ട് ചെറുങ്ങനെ തിള വരുന്നുണ്ട്. അപ്പം മനസ്സിലായില്ലേ, ഇതാണ് കോലം റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബസ്മതി റൈസ് എടുക്കാം, നിങ്ങൾക്ക് ചോറ് വയ്ക്കണ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. പച്ചരി ഒഴികെ മറ്റ് എല്ലാ റൈസുകളും എടുക്കാം. പിന്നെ ചിലവർ മട്ട നമ്മുടെ നെല്ലുത്തേരിയുടെയൊക്കെ അരിയിൽ അതും എടുക്കാം കേട്ടോ. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയിട്ടാണ് ഉണ്ടാക്കുക. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സാധനം അതാണ്. അപ്പോൾ അതായിട്ട് നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ പഞ്ചസാര എപ്പോഴും വീട്ടിലുണ്ടാവില്ലേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള പായസം. ഓക്കെ, പാല് കിടന്ന് നന്നായി തിളയ്ക്കുന്നുണ്ട്, പൊന്തി വരുന്നുണ്ട്. ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചു. ഒരു തിള വന്ന് കഴിഞ്ഞത് പാല് തിളക്കൽ തുടങ്ങി. നല്ലൊരു പൊന്തി വരില്ലേ, 2 പ്രാവശ്യം അങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. എന്നിട്ട് തീ കുറച്ചിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അരിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇത് ഇവിടെ കിടന്ന് വേവട്ടെ. ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റുള്ളതൊക്കെ ചേർക്കാം, ഇൻഗ്രീഡിയൻസ്. ഇനിയിപ്പോൾ ചോറ് അരി നമ്മൾ ഇങ്ങനെ ഇടണമെന്നൊന്നുമില്ല. ഭക്ഷണത്തിന് നമ്മൾ ഉണ്ടാക്കി വെച്ച അരിന്ന് ഉണ്ടാക്കി വെച്ച ചോറില്ലേ, അരി എന്ന് പറയുന്നത്, ചോറിൽ നിന്ന് കുറച്ച് ചോറ് എടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. പാലിൽ പെട്ടെന്നൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചോറ് ഇതിലേക്ക് ഇടുക, നന്നായിട്ട് വേവിക്കുക. നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ടല്ലേ ഭക്ഷണം കഴിക്കാനും ചോറെടുക്കുക. അതിൽ നിന്ന് നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞ് പേസ്റ്റ് പോലെ അങ്ങനെ തൊടുമ്പോൾ നല്ല പേസ്റ്റ് പോലെയാണ് ഒരു പരുവുണ്ട്. നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ആ പരുവത്തിൽ ആക്കിയെടുക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഷുഗറും മറ്റതൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക്. അപ്പോൾ ഇത് നന്നായി വേവട്ടെ. ഇതിൽ കിടന്നിട്ട് നോക്കി, ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല, നന്നായി ഇങ്ങനെ കുറുകി വരണം. ഇനി കാണിച്ചു തരാം അരി നോക്കി. നമ്മുടെ ചോറ് ഇതൊക്കെ പാലിൽ കിടന്ന് നന്നായി ഈ പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ
പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യണം. നന്നായി തീ കുറച്ച് വയ്ക്കണം. ഈ സമയത്ത് ഫസ്റ്റ് നമുക്ക് പഞ്ചസാര ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ കട്ടിയായി വന്ന് ഒന്നും കൂടി ലൂസാവും. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡും ഞാൻ ഒഴിച്ച് പഞ്ചസാര ഇട്ട് ഇനി ഇത് നന്നായി ഒന്ന് എന്തൊക്കെ നന്നായി മധുരം ഈ നമ്മുടെ അരിയിൽ പിടിക്കാണ്ട് നന്നായി പിടിച്ച് കുറുകി വരണം. പഞ്ചസാര ഇതും നമ്മുടെ മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് ഇതിനൊപ്പം തന്നെ ഒരു സ്പൂണ് നെയ്യ് ചേർക്കുക. എന്നിട്ട് ഇത് എല്ലാം കൂടി കിടന്ന് നന്നായി തിളക്കട്ടെ. എന്തിനാണ് ഇപ്പോൾ നെയ്യ് ചേർത്തതെന്നല്ലേ, അത് ഈ സമയത്താകുമ്പോൾ നെയ്യ് നന്നായിട്ട് നമ്മുടെ ഈ പായസത്തിൽ നന്നായി പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എക്സ്ട്രാ നെയ്യൊന്നും ചേർക്കണ്ട. നമുക്ക് ചിലർക്ക് നെയ്യുടെ മണം അധികം ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും ചിലവർക്ക് ആ മണം ഇഷ്ടം ഉണ്ടാവാത്ത ആൾക്കാരുണ്ട്. നല്ല കുത്തണ മണം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നെയ്യ് ചേർത്താൽ മതി. വറുത്ത് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ അങ്ങനെ മൂപ്പിച്ചിടില്ലേ, ആ സമയത്ത് അങ്ങനത്തെ ഇഷ്ടമില്ലാത്തവർ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇതിൽ ഈ സമയത്ത് ഇതുപോലെ നെയ്യ് ചേർത്തിട്ട് എന്നിട്ട് നന്നായിട്ട് ഈ പഞ്ചസാര ഇതും നമ്മൾ ഏത് പായസം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ചെയ്ത് നെയ്യ് ചേർത്തിട്ട് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലത്തെ നെയ്യ് ഇല്ലാണ്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ളവരിട്ടാ നെയ്യുടെ മണം അധികം ഇഷ്ടമില്ലാത്തവരൊക്കെ കുത്തണ മണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണം. അല്ലാത്തവർക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. അവരുടെ ഇഷ്ടാനുസരണത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഈ സ്റ്റേജിൽ നെയ്യ് ചേർത്തുണ്ട്. നെയ്യും പഞ്ചസാരയും മിൽക്ക് മെയ്ഡും പാലൊക്കെ കൂടിയിട്ട് തിളയ്ക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരാണ്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിൽ യോജിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇങ്ങനെ കുറുകി വരുമ്പോൾ നമുക്ക് ഏലക്കായില്ലേ, 3 ഏലക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോല് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തോല് മാത്രം കേട്ടോ. എന്നിട്ട് ഇത് കിടന്നതിൽ ഈ തോലിലുള്ള സത്തും മണം ഇതൊക്കെ ഇതിൽ പായസത്തിൽ നന്നായി പിടിക്കട്ടെ. ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട്. ഈ പാകമാവുമ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കഴിക്കണം എന്നുള്ളവർ ഈ പാകത്തിൽ എടുത്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കാഷ്നട്ടും ഇതൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലാത്തവർ ഒന്നും കൂടി കുറുകിയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഒന്നും കൂടി കുറുകിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചത്. ഞങ്ങൾക്ക് ഒന്നും കൂടി കുറുകണത് ഇതിങ്ങനെ ഒഴിച്ച് കഴിക്കണക്കാട്ടും ടേസ്റ്റ് ഒന്ന് കുറുകി കഴിക്കണത്. നോക്കിയേ, ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറുക്കേണ്ട ആവശ്യമില്ല, കാരണം അരിയുടെ പായസമാണ്. ഇരിക്കും തോറും കുറുകി വരും. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കായുടെ പൊടിയില്ലേ, അതിട്ട് കൊടുക്കാം. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഞാൻ നട്ട്സൊന്നും വറുത്തിട്ടല്ല ഇടണം, അങ്ങനെ ഇടണം, വറുക്കാണ്ട് ഇടുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. വറുക്കാണ്ട് ഇട്ടിട്ട് നിങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കും. നല്ല ടേസ്റ്റാണ് സംഭവം. ഇനി നിങ്ങൾക്കിത് പാത്രത്തേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നട്ട്സ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി. ഇതിന് ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല നിങ്ങൾക്ക്. നോക്കിയാൽ ഇത് ഏറ്റവും ലാസ്റ്റ് ഈ സംഭവം ഇടണം. എന്നാൽ നമ്മുടെ പായസം ഒന്നും കൂടി ടേസ്റ്റ് കൂടുള്ളൂ. ഇത് വറുത്തൊന്നും ഇടണ്ട, പച്ച തന്നെ. എന്താ മനസ്സിലായില്ലേ? നമ്മുടെ
തേങ്ങാക്കൊത്ത് ചെറുതായി അരിഞ്ഞിട്ട് ലാസ്റ്റ് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഇതിടാം, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇതിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട് അത്ര ഇടാം കേട്ടോ. തേങ്ങ ഇട്ടിട്ട് ഒന്ന് ഇതിൽ കിടന്നിട്ട് തന്നെ ഇത് വെന്തോളും. ഇത് നമ്മൾ പായസം കഴിക്കുമ്പോൾ ഇതിങ്ങനെ കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഞാൻ ഇത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ പായസം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാരയുടെ അളവ് കൂട്ടാം, മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കൂട്ടാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും, അതിനനുസരിച്ചിട്ട് നിങ്ങൾ അരിയുടെ അളവ് കൂട്ടണം, പാലിൻ്റെ അളവ് കൂട്ടണം, ഒക്കെ ചെയ്യണം. നിങ്ങൾ 4 പേരുള്ള 4 പേർക്ക് കുറച്ച് ഉണ്ടാക്കണതാണിത്. ഇതെല്ലാം ഞാൻ പാത്രത്തിൽ കാട്ടിയത് ഒരു പാത്രത്തേക്ക് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇതിലേക്ക്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ, എന്ത് സംശയം, ഡൗട്ട് എന്തുണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം. ഞാൻ ഒപ്പം തന്നെ റിപ്ലൈ ചെയ്ത് തരുന്നുണ്ട്. കുറച്ച് നേരം വൈകിയാലും ഞാൻ എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്തായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കും. ഓക്കെ, താങ്ക് യു.